ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റിയ കിഡിലൻ സ്നാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് എന്ത് കടിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഉച്ചക്കത്തെ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഇനി ഈ ചോറ് വെള്ളമൊന്നും കൂട്ടാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരച്ചെടുത്തിട്ടുള്ള ചോറിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഈ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചോറ് അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെ എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റും. കൈ നല്ലോണം ഒട്ടുന്ന സമയത്ത് കൈ ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മൾ അതിലിട്ടിട്ടുള്ള പൊടി ഐറ്റംസൊക്കെ ഒന്ന് സെറ്റായി വരണം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഈ ഒരു മാവിനെ ഞാൻ ഉഴുന്നുവടേൻ്റെ ഷേപ്പിലാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൈ ഒന്ന് വെള്ളം തൊട്ട് തടവിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയിട്ട് അതിന് നടുക്കൊരു ഹോൾസ് ആക്കി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഈ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്കി വരുമ്പോൾ നമുക്കത് ലെവലായിട്ട് കിട്ടിക്കോളും. ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോ വടയായിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും നല്ലൊരു കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വട നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വട ഇങ്ങനെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. ചോറ് കൊണ്ടുണ്ടാക്കിയ ക്രിസ്പി വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ കട്ടൻ ചായയുടെ കൂടെ സെർവ് ചെയ്യാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.